നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പോർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സോൾഡറിങ് അയണാണ്. അപ്പം നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്ത് വീഡിയോയിലോട്ട് പോകാം. ഇങ്ങനെയൊരു ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സോൾഡറിങ് അയൺ വരുന്നത്. ഈ ബോക്സ് മെയിനായിട്ട് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ മെയിനായിട്ട് നമ്മുടെ സോൾഡറിങ് അയണിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്ന ടിപ്പിലോട്ട് നമുക്ക് കൊടുക്കുന്ന ഹാൻഡ് പീസ്, പിന്നെ അതിൻ്റെ ചാർജിങ് കേബിള്, ഇത് സി ടൈപ്പ് കേബിളാണ്. പിന്നെ അതിൻ്റെ സോൾഡറിങ് അയണിൻ്റെ ടിപ്പ്, പിന്നെ അതിൻ്റെ ഒപ്പം സോൾഡറിങ് അയൺ വെക്കാനുള്ള ഒരു സ്റ്റാൻഡും ഉണ്ട്. പിന്നെ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സോൾഡറിങ് പേസ്റ്റും ഇതിൻ്റെ ഒപ്പം അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ യൂസർ മാനുവലുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ 2 ടിപ്പും കൂടെ അഡീഷണലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെ ടൈപ്പാണ് ഇതിൻ്റെ അകത്ത് ഈ മാനുവലിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ TK/USB-K എന്ന് വെച്ച് സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഇതിൻ്റെ ടിപ്പ് എക്സ്ട്രാ മേടിക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാം. ആദ്യം നമ്മുടെ സോൾഡറിങ് അയൺ എടുക്കുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സോൾഡറിങ് അയണിൻ്റെ ടിപ്പ് പ്ലേസ് ചെയ്യണം. അത് നമ്മുടെ ഈ കൂർത്തിരിക്കുന്ന ഭാഗമല്ലേ, അത് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് പ്രസ് ചെയ്താൽ ഇതിൻ്റെ പരിപാടി ഇത് നമ്മൾ ഫിറ്റിങ്സ് കഴിഞ്ഞു. പിന്നെ അടുത്തത് നമ്മൾ ആ ബട്ടൺ, ഏറ്റവും മുകളിലത്തെ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യണം. അപ്പം ഇത് ഓണാവും. എന്നിട്ട് ചൂട് കൂട്ടാൻ വേണ്ടി ഒന്നും കൂടെ പ്രസ് ചെയ്താൽ ചൂട് കൂടും. പിന്നെ അതിൻ്റെ താഴെ ഒറ്റ ബട്ടണുള്ളൂ കൂട്ടാണ്. മറ്റേ 2 ബട്ടണുണ്ട്. ഒന്ന് താഴെ ചൂട് കൂട്ടാനും ചൂട് കുറയ്ക്കാനും 2 ബട്ടണുണ്ട് കേട്ടോ. അപ്പം ഇപ്പം നല്ല ഇത് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് ചൂട് കൂട്ടിയിട്ട് ഇതിന് തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂടുണ്ട്. പിന്നെ ഇത് നമുക്ക് സ്റ്റാൻഡിൽ നമുക്ക് ഇതിൻ്റെ നമുക്ക് സോൾഡറിങ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ സ്റ്റാൻഡിൽ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. സൂക്ഷിച്ചല്ല, ഇങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ ടിപ്പൊന്നും കരിഞ്ഞു പോകാതെ നല്ല സുരക്ഷിതമായിട്ട് ഇങ്ങനെ ഇരുന്നോളും. മെയിനായിട്ട് ഇത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു.